الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفس وما سواها فألهمها فجورها وتقواها ഈ മഹാ ആദർശ സമ്മേളനത്തിന്റെ പ്രസീഡിയത്തിലിരിക്കുന്ന ബഹുമാനരായ വ്യക്തിത്വങ്ങളെ, ഈ പന്തലിന്റെ ചുവട്ടിൽ തടിച്ചുകൂടിയിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരികളെ, സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിൽ അഷ്ടദിക്കുകളിൽ ബൈലക്സ് മെസ്സഞ്ചറിലൂടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രതീക്ഷാ നിർഭരമായി ഈ പ്രഭാഷണത്തിൽ പങ്കുകൊള്ളുന്ന എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ തേടിയുള്ള യാത്രയിൽ മനുഷ്യ സമൂഹം ആധുനിക കാലഘട്ടത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദാരുണമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ പന്തലിന്റെ ചുവട്ടിലേക്ക് ഒഴുകിയെത്തിയത്. ആമുഖം ഗൗരവമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കട്ടെ. ഇതൊരു തമാശയുടെ സദസ്സായി ഒരിക്കലും നിങ്ങൾ ഒരാളും കണ്ടുപോകരുത്. മേറാജിന്റെ രാത്രി കഴിഞ്ഞ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമി ലോകത്തേക്ക് വന്നു. സഹാബികളെ ഗൗരവമായി ചില കാര്യങ്ങൾ പ്രവാചകനെ ഓർമ്മപ്പെടുത്തി. അതിൽ പ്രവാചക തിരുമേനി പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു വചനാമൃതം ഇങ്ങനെയാണ്: ഞാൻ അറിഞ്ഞിരുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. എങ്ങനെ? ഞാൻ അറിഞ്ഞിരുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. എന്താ പറഞ്ഞത്? ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ
നിങ്ങൾ വളരെ കുറച്ചു മാത്രം ചിരിക്കുകയും കൂടുതൽ നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു. കള്ളം പറയാത്ത പ്രവാചക തിരുമേനിയുടെ വാക്കുകൾ മോനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ പന്തലിന്റെ ചുവട്ടിൽ വന്ന ആയിരങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ഞാൻ അറിഞ്ഞിരുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് ചിരിക്കുകയും ധാരാളമായി നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു. കരയാനാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കരയുന്ന കണ്ണുകളുമായി ഇന്ന് എനിക്ക് ഒരു പള്ളി ഉദ്ഘാടനത്തിലെ പ്രസംഗത്തിന്റെ സമാപനത്തിൽ കുറെ മുഅ്മിനുകളെ കാണേണ്ടി വന്നു. കരയുകയാണ്. ഇന്നലെയും ഇന്നുമായി ബൈലക്സിലെ ശ്രോതാക്കളിൽ നൂറുകണക്കിന് ആളുകൾ പൊട്ടിക്കരഞ്ഞത് എനിക്കറിയാൻ സാധിച്ചു. എന്താ കരയുന്നത്? മക്കള് മരിച്ച ദുഃഖമായിരുന്നോ അവരെ കരയിപ്പിച്ചത്? മാതാപിതാക്കളുടെ രോഗമാണോ അവരെ കരയിച്ചത്? അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദീനിനെയും ഈ മഹാ ആദർശ പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലെ ബൈലക്സ് മെസഞ്ചറിലെ പാപം പിടിച്ച വിശ്വാസി സമൂഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി അടർന്ന് ഉതിർന്ന് വീണത് എന്ന വസ്തുത നാം ഗൗരവമായി ഓർക്കണം. യുവാക്കളെ, ലോകം അഭൂതപൂർവമായ വളർച്ച നേടിയ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. അധുനാധുനമായ ടെക്നോളജികൾ അഭൂതപൂർവമായ വളർച്ചയുടെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സ്ഫോടനാത്മകമായ വൈജ്ഞാനിക പരിവർത്തനത്തിന് ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന് നാം അറിയുന്നു. കലാപകാലുഷ്യ പ്രശ്നകലുഷിത അന്തരീക്ഷമായി ലോകഭൂപടം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത നാം അറിയണം. അത്യന്തം വേദനാജനകമായ ലോകത്തിന്റെ പൾസ് ആധുനിക യുവതലമുറയുടെ അബദ്ധസഞ്ചാരം കൊണ്ട് രൂപപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. സാഗൂതം, സശ്രദ്ധം, മനസ്സിനെ ഏകബിന്ദുവിലേക്ക് കേന്ദ്രിച്ചു വേണം എന്റെ പ്രസംഗം ഈ സദസ്സിലിരിക്കുന്ന ആബാലവൃദ്ധം ജനങ്ങൾ നുകരാനും പകരാനും ഉൾക്കൊള്ളാനും. ഇന്ന് ദയനീയമായ പല കാഴ്ചകൾക്കും നാം സാക്ഷ്യം വഹിക്കുകയാണ്. പടച്ച തമ്പുരാനാരാ? നിന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യം എന്താണ്? എന്തിനാ അള്ളാഹു നിന്നെ സൃഷ്ടിച്ചത്? പടച്ച തമ്പുരാൻ എന്തിനാ നിങ്ങളെ സൃഷ്ടിച്ചത്? എന്തിനാ നിങ്ങൾക്കല്ല വായു നൽകിയത്? എന്തിനാ നിങ്ങൾക്കല്ല വെള്ളം നൽകിയത്? ആകാശമേലാപ്പിനെ എന്തിനാ അവൻ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നത്? കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതാ ഫഅഹ്യാകും സുമ്മ യുമീതുകും. എങ്ങനെയാ നിങ്ങൾ അല്ലാഹുവിനെ നിഷേധിക്കുക? പടച്ച തമ്പുരാനല്ലേ നിങ്ങളെ സൃഷ്ടിച്ചത്? അവനല്ലേ നിങ്ങളെ ജീവിപ്പിക്കുന്നത്? അവനല്ലേ നിങ്ങളെ മരിപ്പിക്കുന്നത്? ആകാശമേലാപ്പിന്റെ ചുവട്ടിൽ ഹരിതാപമായ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ഇരുകാലി മനുഷ്യനായി ജീവിച്ചിട്ട് നാം നമ്മെക്കുറിച്ച് എന്താ ആലോചിക്കാത്തത്? എന്താ പറ്റിയത്? നാം ആരാ യഥാർത്ഥത്തിൽ? അള്ളാഹുവിന്റെ അടിമകൾ. എന്തിനാ അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത്? എന്തിനാ അല്ലാഹു നമ്മളെ പഠിച്ചത്? എന്തിനാ അവൻ നമ്മളെത്ര സ്നേഹിച്ചത്? എന്തിനാ അവൻ നമുക്കിതെല്ലാം സംവിധാനിച്ചത്? ഖലഖലകും മാ ഫിൽ അർളി ജമീആ. സൂറത്ത് ബഖറയിലെ 29-ാമത്തെ വചനമാണ്. നേരത്തെ ഞാൻ ഉദ്ധരിച്ചത് സൂറത്ത് ബഖറയിലെ 28-ാമത്തെ വചനമാണ്. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. മനുഷ്യർക്കിടയിൽ ചില ആളുകളുണ്ട്, അല്ലാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അന്ത്യദിനത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നാവ് കൊണ്ട് പറയുകയും പക്ഷേ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ വിശ്വാസമില്ലാതെ പോവുകയും ചെയ്ത ചില ആളുകൾ വമാ ഹും ബിമുഅ്മിനീൻ. അവർ വിശ്വാസികളല്ല നബിയേ. സഹോദരങ്ങളെ, സൂറത്ത് ബഖറയിലെ 8-ാമത്തെ വചനമാണ്. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ. അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ, ആഖിറത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ, വമാ ഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല നബിയേ. ഞാനും നിങ്ങളും പടച്ച തമ്പുരാനെ കുറിച്ച് എത്ര പറഞ്ഞവരാ?
അവന്റെ ഏകത്വത്തിന്റെ ഉദ്ഘോഷണമാണ് സലഫി പ്രസ്ഥാനത്തിന്റെ പ്രാണവായു എന്ന തിരിച്ചറിവ് നമുക്കുണ്ട്. അതേ, നിങ്ങൾ അറിയണം, ലോകത്തിന്റെ തമ്പുരാൻ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം, വനഖ്തർതുക ഫസ്തമി ലിമാ യുഹാ. നീ പരിശുദ്ധ തുവാ തായ്വരയിലാണ്. മൂസ പരിശുദ്ധമായ തുവാ തായ്വരയിലാണ് മൂസ. അതുകൊണ്ട് നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു വെക്കും മൂസ. ഇന്നനീ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. ഏ മൂസ, ഇന്നനീ അനല്ലാഹ്, ഞാനാണ് മൂസ നിന്റെ റബ്ബ്. തൂവാ തായ്വരയിൽ തൂർ സീനാ പർവ്വതത്തിന്റെ ശിഖരങ്ങളിൽ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചെരുപ്പഴിച്ചിട്ട് കയറി നിൽക്കുകയാണ്. ആകാശഭൂമികളുടെ തമ്പുരാന്റെ സംസാരമാണ്. കലാമി കലാമുല്ലാഹ്, കലാമുകളിൽ വെച്ച് ഏറ്റവും നല്ല കലാമ് അല്ലാഹുവിന്റെ കലാമാണ്. പടച്ചോൻ സംസാരിക്കുകയാണ്. ഇന്നനീ അനല്ലാഹ്, ഞാനാണ് മൂസ നിന്റെ റബ്ബ്. മാത്രമാണോ, ഞാനാ മൂസ നിന്റെ റബ്ബ്. ഇന്നനീ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. ഞാനാണ് മൂസ നിന്റെ റബ്ബ്. ഞാനല്ലാതെ ഒരാരാധനക്കർഹനില്ല. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. ഒരു നബിയും ആരാധിക്കപ്പെട്ടുകൂടാ. എന്റെ വാചകങ്ങൾ ഓരോന്നോരോന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങും ഇങ്ങും നിങ്ങളുടെ ശ്രദ്ധ തെറ്റിപ്പോകരുത്. ഇന്നനീ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. എന്റെ ഓർമ്മ നിലനിർത്താൻ നമസ്കരിക്കൂ മൂസ. ഇത് എവിടെയാ പറയുന്നത്? 20-ാം അധ്യായം സൂറത്തു ത്വാഹ 13-14 വാചകങ്ങളാണ്. അപ്പോ മൂസാ നബീനെ തൂരി സീനാ പർവ്വതത്തിൽ വിളിച്ചിട്ട് അല്ലാഹ് പറയുന്നത്, ഞാനാ മൂസ നിന്റെ റബ്ബ്, ലോകത്തിന്റെ തമ്പുരാൻ. അല്ലേ? അള്ളാനെ പറ്റി പറഞ്ഞ പൂതി തീരുവോ? ആ അള്ളാനെ വിട്ട് ജിന്നിനോട് പ്രാർത്ഥിക്കുവോ? പ്രാർത്ഥിക്കാൻ കഴിയോ? അള്ളാനെ ഉൾക്കൊണ്ടൊരുത്തന് സിട്ടിയോട് പ്രാർത്ഥിക്കാൻ കഴിയോ? ആരാ അല്ലാഹ്? അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും. ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തു റൂം 40-ാമത്തെ വചനമാണ്. ഇന്ന് ആയത്തുകളുടെ മഴ പെയ്യുന്ന ദിവസമാണ്. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ഇത്രയേറെ ആയത്ത് പ്രസംഗത്തിൽ കേൾക്കുകയില്ല. ഇന്ന് ആയത്തുകളുടെ കോമ്പലയാണ്. ഇന്ന് ഹദീസുകളുടെ പ്രവാഹമാണ്. ഇന്ന് സച്ചരിതരുടെ സലഫിന്റെ പ്രവാഹമാണ്. ഇന്ന് നോളജുകളുടെ ഒഴുക്കാണ്. ഇത് എന്റെ കഴിവല്ല, എന്റെ റഹ്മാനായ റബ്ബ് പഠിപ്പിച്ച ദീനാണ്. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. എന്താ അത്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ അറിയണം, ഫഅലം എന്ന് പറഞ്ഞാൽ അതാണ്. വെറുതെ ചെല്ലലല്ല, വെറുതെ തൊള്ളേന്ന് പുറത്തേക്ക് വരലല്ല. നിങ്ങൾ ശരിക്കറിയണം, അല്ലാഹയല്ലാതെ ആരാധനക്കർഹനില്ല. ഒരു മഖ്ലൂക്കും ആരാധിക്കപ്പെട്ടുകൂടാ എന്ന് ജീവിച്ച് കാണിച്ചവരാണ് നമ്മൾ, ഇല്ലേ? ജീവിതത്തിൽ ഞങ്ങളൊക്കെ പ്രസംഗം ഒരുപാട് കേട്ടിട്ടുണ്ട്, അല്ലേ? വല്ല ശിർക്കിന്റെ ലാഞ്ചന ഞങ്ങളുടെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഒരു ഹിന്ദുവിന് പോലും നമ്മളെ പറ്റിയുള്ള അഭിപ്രായം എന്താ അറിയില്ല. ലോകത്താര് ബൗദ്ധൈവത്വം പറഞ്ഞാലും അയാൾ പറയില്ല. കൂടപ്പുറപ്പുകൾ പറയാം, കൂടെ നിന്നും പറയാം, പുറത്തു നിന്നും പറയാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 40-ാം അധ്യായം 19-ാമത്തെ വചനം, 49-ാം അധ്യായം 19-ാമത്തെ വചനമാണ്. അല്ലാഹല്ലാതെ ആരാധനക്കർഹനില്ല എന്നറിയണം. ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹല്ലാതെ ആരാധനക്കർഹനില്ല എന്നുള്ളതിന് അല്ലാഹ് സാക്ഷ്യം വഹിച്ചു, മലക്കുകളും സാക്ഷ്യം വഹിച്ചു, വ ഉലുൽ ഇൽമി, ഇൽമുള്ളവരും സാക്ഷ്യം വഹിച്ചു. ഖായിമൻ ബിൽ ഖിസ്ത്, അല്ലേ? എല്ലാ ഇൽമുള്ളവരും അത് അംഗീകരിച്ചു.
ഖുർആനിലെ 3-ാം അധ്യായം 18-ാമത്തെ വചനം സൂറത്ത് ആൽ ഇംറാൻ. ആ അള്ളാനെ പഠിപ്പിക്കാൻ ആ ലോകത്ത് പ്രവാചകന്മാർ വന്നു. വിശുദ്ധമായ ഒരു ജീവിതം, സുന്ദരമായ ഒരു ജീവിതം, സ്വഭാവ വൈശിഷ്ട്യമുള്ള സമ്പന്നതയുള്ള ഒരു മഹാജീവിതം, അതുണ്ടാവാൻ എന്താ വേണ്ടത്? അതുണ്ടാവാൻ ഒന്നാമതായി ഉണ്ടാകേണ്ടത് തൗഹീദാണ്. അല്ലേ? എല്ലാവർക്കും അറിയാലോ. ഇവിടെയാണ് ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറയണം. ഗൗരവമായ ചർച്ചയ്ക്ക് ഇന്നത്തെ സദസ്സ് വിഷയീഭവിക്കുകയാണ്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ബൈലക്സിൽ എന്റെ പ്രഭാഷണം കേൾക്കുന്നവരും നിങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഈ പ്രസംഗത്തിന്റെ A to Z മാനവരാശിയിൽ, മലയാള മണ്ണിൽ മനുഷ്യർക്ക് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും ഉപകാരദായകമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്ലിപ്പ് ഓഫ് ദ ടങ്ങിൽ, നാവിന്റെ വ്യതിയാനങ്ങളിൽ ഒരനാവശ്യവാക്കും വരാതിരിക്കാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്റെ വാക്കുകളിൽ അവ്യക്തതകളില്ലാതിരിക്കാനും സുവ്യക്തതകളുടെ പടവുകളിൽ ഈ പ്രഭാഷണത്തെ പടുത്തുയർത്താനും പരമകാരുണികനായ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആളുകൾക്ക് തെറ്റുധാരണകൾ തിരുത്തുന്നതാകട്ടെ, വസ്വാസ് ഉണ്ടാക്കുന്നതല്ല. ആണോ? എങ്ങനെയാ? ഒരാശയക്കുഴപ്പം ഉണ്ടായില്ലടാ എന്ന് ചോദിച്ച് ചിരിക്കാനല്ല. ആശയക്കുഴപ്പം ഉണ്ടാവാൻ പാടില്ലേ. സമസ്തക്കാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കാം, ജമാഅത്തെ ഇസ്ലാമിക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കാം, ഇവിടെ ഏത് സംഘടനകൾക്കും ആശയക്കുഴപ്പം. നമ്മളതിനാ ഏത് ഫോണിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സഹോദരനെ വസ്വാസാക്കാനാ അല്ല നമ്മൾ പഠിപ്പിച്ചേ? അല്ല. മൂസാ നബി പറഞ്ഞ എന്താ? യഫ്ഖഹു ഖൗലി, അല്ല ഞാൻ പറയണോനെ ക്ലിയർ ആവണേ, ഓനെ സത്യം മനസ്സിലാകണേ. അല്ലേ? സൂറത്ത് ഇൻസാൻ, സൂറത്തു നാസ് 114-ാം അധ്യായം അമ്മാനോലെ പറയാണ്, മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നിലും പിശാചിലും പെട്ട മനുഷ്യന്മാര്, അതിൽ പിശാച് മനുഷ്യരിൽപ്പെട്ട പിശാചുക്കൾ അവരെന്ത് ചെയ്യും? വെറുതെ ഇങ്ങനെ ചോദ്യം ചെയ്യും. കസറത്ത് സുവാല്, അങ്ങനെയാണ് എങ്ങനെയല്ലേ, അങ്ങനെ ആയിക്കൂടെ, വെള്ളത്തിൽ ഒലിച്ച അങ്ങനെ ചോദിച്ചൂടെ, പറമ്പിന്റെ മുകളിൽ വീണ അങ്ങനെ ചോദിച്ചൂടെ, ഇതൊക്കെ കസറത്ത് സുവാലുകളാണ്. അങ്ങനെ ചോദിച്ചിട്ടോ സുവാസ് ഉണ്ടാക്കി ഓനാകെ തുമ്പില്ലാണ്ട് ഇങ്ങോട്ടാക്കുക. എന്നിട്ട് ചോദിക്കാൻ എന്ത്? ഓൻ ആശയക്കുഴപ്പായില്ലേ, സന്തോഷായില്ലേ എന്ന് ചോദിക്കുക. അതൊരു മുഅ്മിന് ചേർന്നതല്ല. നേരെ മറിച്ചൊരു മുജാഹിദ്, ഞാനൊരു ഉദാഹരണം പറയാം. ഖബർ സിയാറത്ത് പാടില്ല എന്ന് മുജാഹിദുകൾ പറയണമെന്നാണ്. തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ്. ഖബറാളിയോടുള്ള പ്രാർത്ഥന പാടില്ല എന്നല്ലേ നമ്മൾ പറഞ്ഞത്? അല്ലേ? ഖബറാളിയോടുള്ള പ്രാർത്ഥന പാടില്ല, ഖബർ സിയാറത്ത് സുന്ന. അത് ഒരു മുസ്ലിയാർ വന്ന ആശയക്കുഴപ്പം ഉണ്ടാക്കിയാലേ നമ്മളെന്താ ചെയ്യല്? ആശയക്കുഴപ്പം ദൂരീകരിക്കുക. പോയിന്റ് നമ്പർ 1, ആശയക്കുഴപ്പം ഇല്ലാതാക്കുക. എന്താ ആശയക്കുഴപ്പം? ആദ്യമായിട്ട് നമ്മൾ ജനങ്ങളോട് പറയും, ജനങ്ങളെ ഖബർ സിയാറത്ത് സുന്നത്ത്. കാരണം കുൻതു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂർ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുൽ മൗത ഫഇന്നഹാ തുദക്കിറുകുൽ ആഖിറ. നമ്മുടെ ജനങ്ങളോട് പറയും. അപ്പൊ അവിടെ സമസ്തക്കാരുണ്ടാവും, ബാക്കിയുള്ളവരുണ്ടാവും. അപ്പം ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പ്രവർത്തകന്റെ പ്രസംഗം കേൾക്കുകയാണെങ്കിൽ ആ പ്രവർത്തകൻ എന്ത് മനസ്സിലാവും? ഖബർ സിയാറത്ത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നു മുസ്ലിമീങ്ങൾക്ക് തന്നെ. എന്തേ കാരണം? ഖബറാരാധകരിൽ നിന്ന് അള്ളാന്റെ റസൂലിന്റെ ദഅവത്ത് കേട്ട് തൗഹീദ് സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് വന്നോലെ ഉടനെ തന്നെ ഖബർ സിയാറത്തിന് അനുവദിച്ചാല് ഓലെ വീണ്ടും ഖബറാളികളോട് ദ്വേരം. ആ ചേഞ്ച് ഇല്ലാതാക്കി ഈമാൻ ഉറപ്പിക്കാനാണ് നബി അവർക്ക് ഖബർ സിയാറത്ത് നിരോധിച്ചത്. അല്ലേ? അതെ, അത് തന്നെയാണ്. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഷിർക്കിലേക്ക് പോകാൻ സാധ്യതയുള്ള ഏതൊരു ചർച്ചയും ഫുൾ സ്റ്റോപ്പ് ഇടണമെന്നാണ് അതിൽ കിട്ടുന്ന തെളിവ്. ഏതെങ്കിലും ഒരു നിലക്ക് മനുഷ്യരെ ഷിർക്കിന്റെ അംശങ്ങളിലേക്ക് തോന്നിക്കും, അത് വ്യാപകമായി ചർച്ച ചെയ്യാതിരിക്കും. അത് വളരെ പ്രധാനമായ വിഷയമാണ്. നിങ്ങൾ എല്ലാവരും അത് ഉൾക്കൊള്ളണം. നമ്മുടെ തൗഹീദിന് വേണ്ടി, നമ്മുടെ ആദർശത്തിന് വേണ്ടി, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി. ലോകത്ത് തൗഹീദ് പറയാൻ നമ്മളല്ലാതെ വേറൊരാളില്ല. ഇല്ല. ആ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിൽ നിന്നായി മനുഷ്യരെ ശിർക്കിന്ന് രക്ഷപ്പെട്ടത് ദർഗയിൽ സുജൂദ് ചെയ്ത് കിടന്ന ഈ സമൂഹത്തെ തൗഹീദിലേക്ക് കൊണ്ടുവന്നവർ നമ്മളാണ്. ബിംബാരാധന നടത്തിയിരുന്ന മനുഷ്യരെ ഏകദൈവാരാധനയിലേക്ക് കൊണ്ടുവന്നവർ നമ്മളാണ്. നമ്മുടെ നിശോത്വത്തില്ലെങ്കിൽ പിന്നെ എന്ത് പ്രസ്ഥാനം? നമ്മുടെ ദേവത്തില്ലെങ്കിൽ പിന്നെ എന്ത് പ്രസ്ഥാനം? പിന്നെ എന്ത് ആദർശം? അതുകൊണ്ട് ബി കെയർഫുൾ, ജാഗ്രത പുലർത്തുക. ഖബർ സിയാറത്ത് തുടക്കത്തിൽ റസൂലുള്ളാഹ് എന്തിനാ നിരോധിച്ചത്? വല്ല ശിർക്കിന്റെ അംശം അവരിൽ വീണ്ടും ഉണ്ടായാൽ അവരൊന്ന് ഉറക്കട്ടെ. പോയിന്റാണ്, ചിന്തിക്കണം. തീർന്നില്ല. പിന്നെ നിങ്ങൾക്ക് അനുവദിച്ചു. അനുവദിച്ചതെന്തിനാണ്? റസൂലുള്ളാഹ് പറയട്ടെ, വഹിയുള്ള മുഹമ്മദ് നബി പറയട്ടെ, എന്തിനാ ഖബർ സിയാറത്ത്?
അത് ആഖിറത്തെ ഓർക്കാനാണ്, മരണാനന്തര ജീവിതത്തെ ഓർക്കാനാണ്. ഞാനും ഇതുപോലെ ഖബറിൽ അതേ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നായിക നിങ്ങളെ പിന്തിച്ചിടില്ല. അവധിയെത്തിയാൽ നിങ്ങൾ മരിക്കുന്നതാണ്, നിങ്ങൾ ഈ മണ്ണിലേക്ക് ചേരുന്നതാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഗീദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. മണ്ണിൽ നിന്ന് മണ്ണിലേക്ക്, ആ മണ്ണിൽ നിന്ന് മണ്ണിലേക്ക്. വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ സുമ്മ യുഗീദുകും ഫീഹാ വയുഖ്രിജുകും ഇഖ്റാജാ. നിങ്ങൾ മണ്ണിന്റെ ഭാഗമായി. സൂറത്തു നൂഹ് 71-ാം അധ്യായം 16-ാമത്തെ വചനമാണ്. മറ്റതോ 20-ാം അധ്യായം 55-ാമത്തെ വചനമാണ്. ഈ മണ്ണിലേക്കുള്ള യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഈ ഖബറിന്റെ അടുത്ത് ചെന്ന് ഖബർ സിയാറത്ത് ചെയ്യുമ്പോ എനിക്ക് മരിച്ചു പോണല്ലോ, ഇതെന്റെ അമ്മായിയാണല്ലോ, ഇതെന്റെ മൂത്തമ്മയാണല്ലോ, ഇതെന്റെ പൊന്നുമോൻ ബഷീറാണല്ലോ, ഇതെന്റെ പൊന്നുമോൻ സുബൈറാണല്ലോ, ഇതെന്റെ ഭാര്യയാണല്ലോ ആയിഷയാണല്ലോ, ഇതെന്റെ ഭർത്താവ് എന്റെ പ്രിയതമെന്നാണല്ലോ ഇത്. ഞാനും നാളെ ഈ ഖബറിൽ ചെല്ലുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫസാദിനപ്പുറത്ത് ഓരോരുത്തരുടെ ജീവിതത്തിൽ അലംഘനീയമായ ഒരു മരണമാകുന്ന വിധീത ഇവിടെ വരാൻ പോവുകയാണ്. ആ മരണം വരുന്നതിന് മുമ്പ് വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമൂത് ഫീ മനാമിഹാ. ഒരു മരണം നിങ്ങൾക്ക്, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അല്ലാഹ് നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചു വെക്കുന്നതാണ്. പടച്ച തമ്പുരാൻ നിങ്ങളുടെ ആത്മാവിനെ പിടിക്കുന്നതാ. അതേ, നിങ്ങളെ എവിടെയായിരുന്നാലും അല്ലാഹു നിങ്ങളെ പിടിക്കുന്നതാ. ഏത് ഊടുവഴികളിലാ, ഏത് വാഹനങ്ങളിലാ, ഏത് ശീതീകരിച്ച കാറിലാ, അല്ലാഹു നിങ്ങളെ പിടിക്കുന്നതാ. ഏത് ഇരുമ്പിന്റെ കോട്ടക്കൊത്തളങ്ങളിൽ, അതേ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏതൊരു ശക്തമായ ഇരുമ്പ് കോട്ടകൾക്കുള്ളിലാണ് നിങ്ങളെങ്കിലും, ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. 16-ാം അധ്യായം 61-ാമത്തെ വചനം, 35-ാം അധ്യായം 45-ാമത്തെ വചനം, അതുപോലെ 63-ാം അധ്യായം 10-ാമത്തെ വചനം. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അതുകൊണ്ട് മരണത്തെ ഓർക്കാനാ. 39-ാം അധ്യായം 42-ാമത്തെ വചനം. അതുകൊണ്ട് മനുഷ്യരെ, ഒരു മരണം നിങ്ങൾക്ക് വരാനുണ്ട്. നിങ്ങളോട് ചോദിക്കാതെ, നിങ്ങളോട് പറയാതെ, നിങ്ങളറിയാതെ നിങ്ങൾക്കൊരു മരണമുണ്ട്. അത് തൊട്ടിലിൽ കിടക്കുമ്പോഴാകാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ റമദാനിൽ ഞാൻ 4.5 വർഷം ഖുത്ബ പറഞ്ഞ വൈറ്റില പള്ളിയിൽ ഒരു ക്ലാസ് എടുക്കാൻ പോവുകയാണ്. കണ്ണൂർക്കാരനായ കച്ചവടക്കാരായ 2 ചെറുപ്പക്കാരെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. അതിലൊരു ചെറുപ്പക്കാരൻ മരിച്ചിരിക്കുന്നു. റമദാനിൽ അത്തായം കഴിച്ച് സുബൈ നമസ്കരിച്ച്, അങ്ങനെ സുബൈ നമസ്കാരത്തിന് ശേഷം ഒന്ന് കിടന്നതാ. വല്ലതീ ലം തമൂത് ഫീ മനാമിഹാ. അവനെ അതാ അല്ലാഹു പിടിക്കുകയാണ്, മരിച്ചു പോവുകയാണ്. ചെറുപ്പക്കാരനാണ്. സൗദിയിൽ എത്രയെത്ര മരണങ്ങൾ, UAE-യിൽ എത്രയെത്ര മരണങ്ങൾ, കണ്ണൂരിലെ ചാലായിൽ 17 മരണങ്ങൾ, ടാങ്കർ ലോറി പൊട്ടി നമ്മൾ കാണുകയാണ്, ട്രെയിൻ ദുരന്തങ്ങൾ നമ്മൾ കാണുകയാണ്. ഇതിനിടയിൽ ഞാനും നിങ്ങളും, ഞാനിട്ടിരിക്കുന്ന ഈ ജുബ്ബയുടെ ബട്ടൺ ഇന്ന് അഴിച്ചു വെക്കുമെന്ന് എനിക്ക് പറയാൻ വയ്യ. അതിനിടയിൽ അസൂയയിൽ നിന്നുള്ള മോചനം, പകയിൽ നിന്നുള്ള മോചനം, മൂലക്കിരുത്തുന്നതിൽ നിന്നുള്ള മോചനം, സ്വതന്ത്രമായ ദൈവത്തിന്റെ ഭൂമികകളിലേക്കുള്ള പ്രവേശനം, മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ട് പടച്ചവനിലേക്കുള്ള അടുക്കൽ, അതേ അവനെ നിങ്ങൾ കണ്ടുമുട്ടുന്നതാണ് യാതൊരു പ്രയാസവുമില്ലാതെ. അഥവാ ആ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിങ്ങൾ ചെല്ലുന്നതാണ്. അന്ന് നിങ്ങൾ ചിലപ്പോ പ്രയാസപ്പെടും, ചിലപ്പോ പ്രയാസപ്പെടില്ല. 2 അവസ്ഥയിലും നിങ്ങൾ ആ പടച്ചവനെ കണ്ടുമുട്ടും. വുജൂഹു യൗമൈദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ വവുജൂഹു യൗമൈദിൻ ബാസിറാ തദുന്നു അൻ യുഫ്അല ബിഹാ ഫാകിറാ. സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 22 മുതലുള്ള വചനമാണ്. അന്ന് മടച്ചവന്റെ മുമ്പിൽ ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറാ. അവന്റെ റബ്ബിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ നോക്കുന്നതാണ്. അതേ, നിങ്ങൾക്കറിയാം, അലങ്കൃതമായ കട്ടിലുകളിൽ അവരിയ്ക്കുന്നതാണ്. അലല്ലറായിക്ക് മുത്തഖിയൂൻ. അലങ്കൃതമായ രമണീയമായ സോഫകളിൽ, കട്ടിലുകളിൽ അങ്ങനെയൊരു ജീവിതമുണ്ട്. ഇവിടെ ഇരിക്കുന്ന യുവാക്കളോട്
ഭോഗപരതയുടെ പിന്നാലെ പോകുന്ന, മദ്യപാനത്തിന്റെ പിന്നാലെ പോകുന്ന ഈ സദസ്സിലിരിക്കുന്നവരോട് പല നോട്ടങ്ങളും നിങ്ങളുടെ കണ്ണ് പാടിപ്പോകും. ഒരിക്കലും നിങ്ങൾ ഈ പ്രസംഗത്തിലല്ലാതെ ഇവിടെ ഒരു മരണം നടന്നാൽ പോലും നിങ്ങൾ അറിയാൻ പാടില്ല. ഇനിയൊരു പാമ്പ് ഈ സദസ്സിൽ കയറി വന്നാലും ചലിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇന്നെങ്ങാനും നമ്മൾ മരിച്ചു പോയാൽ തൗബ ചെയ്തിട്ട് പടച്ചവനെ കണ്ടുമുട്ടാൻ ഇനിയൊരവസരമില്ല, ഇനിയൊരു സാഹചര്യമില്ല. അതുകൊണ്ട് പടച്ചവനിലേക്ക് വല്ലത്തി വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇതാ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇതാ ഫഅലു ഫായിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്, വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ടോ പടച്ചവനെ ഓർത്തുകൊണ്ട് ഖേദിച്ചു മടങ്ങിക്കോ. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവർ വിശ്വാസികളെ അല്ല. ഖുർആനിന്റെ 3-ാം അധ്യായം 135-ാമത്തെ വചനം. മനുഷ്യ സഹജമായ തെറ്റുകൾ കുല്ലു ബനീ ആദമ ഖതാഊൻ വഖൈറു അതാഈന തവ്വാബൂൻ, ആദം സന്തതികൾക്ക് തെറ്റുപറ്റുന്നതാണ്. ആ തെറ്റുപറ്റുന്നതിൽ അത് തിരുത്തുന്നവനല്ലയോ ഉത്തമൻ? തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ പിന്നെയും. എത്ര തന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ നീട്ടിക്ക് നിന്റെ റബ്ബിലേക്ക്. കരുണാമയനല്ലയോ, ഗഫൂർ റഹീം അല്ലയോ? ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. ഖുർആനിലെ 3-ാം അധ്യായം 135-ാമത്തെ വചനം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. ഖുർആനിലെ 39-ാം അധ്യായം 53-ാമത്തെ വചനമാണ്. എന്റെ അടിമകളോട് പറ നബിയേ, ലോകത്ത് ഏതേത് ആബാലവൃദ്ധൻ ജനങ്ങളോട് പറ, എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടോ പടച്ചവനിലേക്ക് ഖേദിച്ചു മടങ്ങിക്കോ. പടച്ചവനോട് പറഞ്ഞോ, അവൻ നിനക്ക് നിന്റെ പാപം പൊറുക്കുന്നതാണ്. ഈ ഒരു വലിയ ഓഫർ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ഇത്ര ആശ്വാസദായകമായ ഒരു വചനം വേറെയില്ല. ഇത്ര ഗംഭീരമായ ആശ്വാസത്തിന്റെ പാപം ചെയ്തവർക്ക് ഇത്ര ആശ്വാസമുള്ള 100 പേരെ കൊന്നവരെ പുറത്തു കൊടുത്ത പടച്ചവൻ. അതേ പ്രിയപ്പെട്ടവരെ, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, ഏറെ പൊറുക്കുന്ന റബ്ബേ. മനസ്സ് തട്ടിപ്പറ മഗ്‌രിബിന് വസ്തഗ്ഫിറുല്ലാഹ്. ഇന്ന് അതര വ്യായാമം പോരാ, ഹൃദയത്തിന്റെ അഗാധ ബിന്ദുക്കളിൽ അരയാലില പോലെ അവര് സ്പന്ദനം ചെയ്ത നെഞ്ചിന്റെ അഗാധതകളിൽ നിന്ന് ഉയരട്ടെ. വസ്തഗ്ഫിറുല്ലാഹ്, വസ്തഗ്ഫിറുല്ലാഹ്, വസ്തഗ്ഫിറുല്ലാഹ്. നാഥാ, നീ എനിക്ക് പുറത്തു തരണേ. ഈ പ്രാർത്ഥന വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, റഹ്മാനായ റബ്ബിനെ അറിയുക. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാലോ, ഏകനായ റബ്ബിനെ ആരാധിച്ച പ്രവാചകൻ 40 കൊല്ലം മക്കയിൽ ജീവിച്ചു മുവഹിദായി. ഇനി ഞാൻ പറയുന്ന വാചകം ശ്രദ്ധിക്കണേ, 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 കേൾക്കണേ. റസൂലുള്ള 40 വയസ്സുവരെ മുവഹിദാണ്, 63 വയസ്സിലും മുവഹിദാണ്, 40 വയസ്സുവരെ ശിർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ആ നബിയെ കണ്ടിട്ട് ഒരൊറ്റ മുശ്രിക്കും മുവഹിദായില്ല, ഒരൊറ്റ മുശ്രിക്കും മുവഹിദായില്ല. 40 വയസ്സുവരെ ആ നബി മദ്യപിച്ചിട്ടില്ല. അത് കണ്ടിട്ട് ഒരൊറ്റ മദ്യപാനിയും മുഹമ്മദ് കുടിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കുടിക്കില്ല. മുഹമ്മദ് വ്യഭിചരിച്ചില്ല, അതുകൊണ്ട് ഞാൻ വ്യഭിചരിക്കുന്നില്ല. മുഹമ്മദ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. മുഹമ്മദ് നബി പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. മുഹമ്മദ് നബി അസൂയ വെച്ചില്ല, അതുകൊണ്ട് ഞാൻ അസൂയ വെക്കില്ല. മുഹമ്മദ് നബി അനാവശ്യങ്ങൾ കാണിച്ചില്ല, അതുകൊണ്ട് ഞാൻ അനാവശ്യം കാണിക്കില്ല എന്നെന്തുകൊണ്ട് തീരുമാനിച്ചില്ല? അത്ഭുതമേ ഈ വേദഗ്രന്ഥം, അത്ഭുതമേ ഈ സാഗരം, അത്ഭുതമേ ഈ ഇസ്ലാം, അത്ഭുതമേ ഈ പ്രവാചകൻ, അത്ഭുതമേ ഈ മതസമൂഹം, അത്ഭുതമേ ഈ മഹാപ്രസ്ഥാനം. ഗംഭീരമായ ഒരു പ്രസ്ഥാനത്തിലെ മെമ്പർമാരെ, നിരാശ വേണ്ട, നിരാശ വേണ്ട. യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈതും. ഖുർആനിലെ 5-ാം അധ്യായം 105-ാമത്തെ വചനമാണ്. നിങ്ങളിതാ നിങ്ങളുടെ നഫ്സിനെ കാത്തോ. നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ വഴിവിഴച്ചവർക്കൊന്നും ചെയ്യാനാവില്ല. കണ്ടീഷൻ എന്താ? എന്താ സുഹൃത്തുക്കളെ കണ്ടീഷൻ? നിങ്ങളുടെ ഹിദായത്തിലാണെന്ന് ഉറപ്പുവരുത്ത്.
എങ്കിൽ ആർക്കും നിങ്ങളെ യൂറോപ്പിനൊന്നും ചെയ്യാൻ കഴിയില്ല. അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും യൂറോപ്യൻ കൺട്രീസുകൾ ഒന്നിച്ച് ശ്രമിച്ചാലും, സംഘ് പരിവാരങ്ങൾ ചേർന്നാലും, മുനാഫിക്കുകൾ ചേർന്നാലും, മോഡേണിസ്റ്റുകൾ ചേർന്നാലും, സാമ്രാജ്യത്വ ശക്തികൾ ചേർന്നാലും ഒന്നും നിങ്ങളെ ചെയ്യാൻ കഴിയില്ല. കേരളത്തിലെ മുജാഹിദുകളോട് അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ദല്ല ഇദാ ഹദൈതും, നിങ്ങളുടെ ഹിദായത്തിലാണെങ്കിൽ സമസ്തക്കാർ കൂവട്ടെ, മടവൂരികൾ പ്രഖ്യാപിക്കട്ടെ, കൂടെയുള്ളവരും പ്രഖ്യാപിക്കട്ടെ. പക്ഷേ നമ്മൾ ഹക്കിലാണെങ്കിൽ ഒരു ശക്തിക്കും തോൽപ്പിക്കാനാവില്ല, ഒരു ശബ്ദത്തിനും തോൽപ്പിക്കാനാവില്ല. എത്ര മണിക്കൂറുകൾ മുഖാമുഖം ഏതൊക്കെ കോളേജുകളിൽ നീണ്ടു നിന്നാലും നുണപ്രചരണത്തിന് കാറ്റുപോകും. അല്ല, ആരോപണം ശരിയാണോ? രക്ഷയില്ല. ആരോപണം സത്യമാണോ? രക്ഷയില്ല. അതുകൊണ്ട് ഉറപ്പുവരുത്തുക മുജാഹിദേ, അതേ യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽഖൗലി സാബിത് ഫിൽ ഹയാത്തുദ് ദുനിയ. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, യുസബ്ബിതുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കൊണ്ട് നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട ബൈലക്സിലെ ശ്രോതാക്കളെ, ഖുർആനിലെ ഇതാ ഈ വചനം സൂറത്ത് ഇബ്രാഹിം 26-ാമത്തെ വചനമാണ്. ഇബ്നു ഖയ്യിം പറയുകയാണ്, നിങ്ങൾക്കൊരു വലിയ കെട്ടിടമുണ്ടാക്കണം. ആ കെട്ടിടം ബലവത്താകണമെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ ക്ലിയർ ആകണം. ഫൗണ്ടേഷൻ ഉറപ്പില്ലയോ, അതിന്റെ മുകളിൽ പടുത്തുയർത്തുന്ന കെട്ടിടം അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ അത് തകർന്നു പോകുന്നതാ എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്. എത്ര വലിയ കെട്ടിടമുണ്ടാക്കിക്കോ, 50 നില ഉയർത്തിക്ക്, പക്ഷേ ഫൗണ്ടേഷൻ ക്ലിയർ ആവണം. ഫൗണ്ടേഷൻ ക്ലിയർ ആവണം. ഫൗണ്ടേഷൻ തൗഹീദാ, ഫൗണ്ടേഷൻ തൗഹീദാ, ഫൗണ്ടേഷൻ തൗഹീദാ, ഫൗണ്ടേഷൻ തൗഹീദാ. റസൂലുള്ളാഹി പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. നിങ്ങൾ ജയിക്കും. അറബ് നിങ്ങൾക്ക് കീഴ്പ്പെടും, അനറബ് നിങ്ങൾക്ക് വിധേയമാകും. അജമും അറബ് അതുപോലെ ലോകം നിങ്ങളുടെ കാൽക്കീഴിൽ വരും. റോമും പേർഷ്യയും ഈജിപ്തും, എന്തിനധികം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കൊട്ടാര പടിവാതിക്കൽ അങ്ങ് വിറച്ചു പോയതും ഈ ദീനുൽ ഇസ്ലാം കൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലയുടെ ചൈത്രയാത്ര സഅദ് റളിയല്ലാഹു അൻഹു ആ മദായിൻ പ്രദേശത്തേക്ക് തൗഹീദ് പ്രബോധനം ചെയ്യാൻ പോകുമ്പോ അടിയൊഴുക്കുള്ള പുഴയാണ്. ശക്തമായ മഴ പെയ്ത് പുഴ ഇങ്ങനെ കൂലം കുത്തി ഒഴുകുകയാ. സഅദ് റളിയല്ലാഹുവിന്റെ കൂടെയുള്ളവർക്ക് നീന്തമറിയില്ല, സഅദ് റളിയല്ലാഹുവിനും നീന്തമറിയില്ല. പാലമില്ല, ലിഫ്റ്റ് ഇല്ല, അക്കരെ കിടക്കാൻ വഴിയില്ല, വഞ്ചിയില്ല, തോണിയില്ല, കപ്പലില്ല, ചെങ്കാറില്ല, നീന്തമറിയില്ല. ആ സഅദ് റളിയല്ലാഹുവിന്റെ ഒരു ചോദ്യം, ആളുകൾ പകച്ചു നിൽക്കുകയാണ്, ആളുകൾ തരിച്ചു നിൽക്കുകയാണ്. സഅദ് റളിയല്ലാഹുവിന്റെ ചോദ്യം, ആരുടെ പുഴയായി ഈ പുഴ? അല്ലാഹുവിന്റേതാണ് ഈ പുഴ. അതേ അതേ നോക്കൂ, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിയംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും മൻഹാറാ വയജ്അൽ ലക്കും മൻഹാറാ. ഈ നദിയൊഴുക്കുന്നതല്ലയാ. 71-ാം അധ്യായം 10 മുതൽ 13 വരെ ഉള്ള വചനം. ആരുടെ പുഴയായി ഈ പുഴ? സഅദ് റളിയല്ലാഹുവിന്റെ ചോദ്യം. അവിടെ കൂടെ ഉള്ളവർ പറയുന്നു, അല്ലാഹുവിന്റേതാണ്. നമ്മൾ ആരുടേതാ? അല്ലാഹുവിന്റേതാണ്. ആരുടെ മതമാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ മതം. ആരുടെ പുഴയായി ഈ പുഴ? അല്ലാഹുവിന്റേതാണ്. ആരുടേതാണ് നമ്മൾ? അല്ലാഹുവിന്റേതാണ്. ആരുടെ മതമാണ് നമ്മുടെ കയ്യിൽ? അല്ലാഹുവിന്റേതാണ്. കേട്ടോ മുഅ്മിനുകളെ, ഒരു കല്ലെറിയുമ്പോഴേക്ക് ഓടിക്കളയുന്ന മുജാഹിദുകളെ, ഒരു പരീക്ഷണം നേരിടുമ്പോ നിരാശപ്പെടുന്ന മുജാഹിദുകളെ, സഅദ് റളിയല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പുഴ, അല്ലാഹുവിന്റെ ദീൻ, നമ്മൾ അല്ലാഹുവിന്റേത്. അല്ലാഹുവിന്റെ മതം പ്രബോധനം ചെയ്യാൻ അല്ലാഹുവിന്റെ പുഴ ഒരു തടസ്സമാകുമോ? ഞാൻ വിസ്മിച്ചെല്ലുകയാണ്. എനിക്ക് നീന്തമറിയില്ല, ഉറപ്പ്. പക്ഷേ എന്റെ റബ്ബിന്റെ നാമത്തിൽ ഞാൻ പുഴയിലിറങ്ങുന്നു. ലോകത്ത് ഒരു വലിയ ചരിത്രകാരൻ ഈ രംഗം വിശദീകരിക്കുകയാണ്. ഒരു സായിപ്പ്, ഇതൊരു അത്ഭുതമാണ്. ഇന്നും അതിന്റെ സ്വകാര്യം അറിയില്ല. സഅദ് റളിയല്ലാഹു ഇറങ്ങേണ്ട താമസം കൂടെയുള്ളവർ ഇറങ്ങുകയാണ്. അടിയൊഴുക്കുള്ള പുഴയിൽ
തോണിയിലല്ല, ആ വെള്ളത്തിൽ അരക്കറ്റം മുങ്ങി അങ്ങക്കരെ ഏതോ ആർത്തിരമ്പുന്ന തിരമാല പോലെ വന്ന പുഴയെ താണ്ടി അക്കരെ കിടക്കുകയാ. സർവായുധ സജ്ജരായ ആയുധധാരികൾ പുഴയുടെ അപ്പുറം, ആയുധമില്ലാത്ത ഈമാനിന്റെ ചൈതന്യമുള്ള മുഅ്മിനുകൾ. അവർ പുഴ തടസ്സമല്ല. അതേ മൂസാ നബിയുടെ മുമ്പിൽ സാഗരം മാറി നിന്ന പോലെ ഇതാ ഇവിടെ അവർക്ക് ആനന്ദമുണ്ടാവുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, യൂനുസ് നബിയെ പോലെ ഇടയ്ക്ക് വെച്ച് നിർത്തരുതേ എന്ന് അല്ലാഹ് നമ്മളെ പഠിപ്പിച്ചതിന്റെ ഗുണപാഠം എനിക്ക് നിരാശയാണ്. ഇന്നെന്നെ എന്റെ ഒരു സഹോദരൻ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്തു പറ്റിയെന്ന് ഞാൻ ചോദിക്കുക. സഹിക്കാൻ കഴിയുന്നില്ല. മുജാഹിദുകളെ കുറിച്ചുള്ള ഈ ശിർക്കാരോപണം സഹിക്കാൻ കഴിയുന്നില്ല. ബാലുശ്ശേരി, ഞങ്ങൾ നിങ്ങളുടെ പ്രസംഗം കേട്ട് മുജാഹിദായതാ. അവര് കരയുകയാ. നിരാശപ്പെടേണ്ട മനുഷ്യരെ, അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ലല്ല ഇദാ ഇഹ്തദൈതും. എന്താ ഇത്? ആരുടെ ചരിത്രമായത്? ഉഹദിന്റെ രണഭൂമിയിൽ മിസ്സബിന്റെ പോരാട്ട ചരിത്രമറിയുന്നവർ, ഹബ്ബാബിന്റെ ചരിത്രമറിയുന്നവർ, ഖുബൈബിന്റെ ചരിത്രമറിയുന്നവർ, അമ്മാറിന്റെ ചരിത്രമറിയുന്നവർ, യാസറിന്റെ ചരിത്രമറിയുന്നവർ, അംർ ബിൻ ജമൂഹ്റിന്റെ ചരിത്രമറിയുന്നവർ. ഈ ചരിത്രമറിയുന്നവരെ അബൂതലത്തുൽ അൻസാരിയുടെ, അബ്ദുല്ലാഹ് ബിൻ സുബൈറിന്റെ, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിന്റെ, അബ്ദുല്ലാഹ് ബിൻ ഉമറിന്റെ, അതുപോലെ മഹാന്മാരായ സ്വഹാബത്തിന്റെ ചരിത്രമറിയുന്ന വിശ്വാസികളെ ഓർത്തെടുക്കണേ. ആ ചരിത്രം വെറുതെയുള്ളതല്ല. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാൻ 142-ാമത്തെ വചനം. പെന്നും കടലാസുമുള്ളവർ എഴുതിയെടുത്തോ. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ. ചോദ്യമാണ്, വല്ലാത്തൊരു ചോദ്യമാണ്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ. നിങ്ങൾ ആരൊക്കെയാണ് ത്യാഗം അനുഭവിക്കുന്നത് എന്ന് പരീക്ഷിക്കാതെ, നിങ്ങൾ ആരൊക്കെയാണ് ക്ഷമിക്കുന്നത് എന്ന്. ക്ഷമ വളരെ പ്രധാനമാണ്. അള്ളാന്റെ ഖുർആനിൽ ഒരു ആയത്തിന്റെ ആശയം ഘടിപ്പിക്കാം. നിങ്ങളിൽ ചിലർ പരീക്ഷണമാണ്. വാക്ക് ശരിക്ക് ശ്രദ്ധിച്ചോ. നിങ്ങളിൽ ചിലർക്ക് പരീക്ഷണമാണ്. അയാൾ നിങ്ങൾക്കൊരു പരീക്ഷണമാകുമ്പോ അയാളൊരു പ്രത്യേകമായ പരീക്ഷണം നിങ്ങൾക്കാവുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് പരീക്ഷണമാവുക. നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ? വല്ലാത്തൊരു ചോദ്യമാണ്. നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ? ഭാര്യ ഭർത്താവിന് പരീക്ഷണം, ഭർത്താവിന് ഭാര്യ പരീക്ഷണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹദറൂഹും. വിശുദ്ധ ഖുർആന്റെ 64-ാം അധ്യായം 15-ാമത്തെ വാക്ക. സത്യവിശ്വാസികളെ, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്കൊരു പരീക്ഷണമാണ്, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കൊരു പരീക്ഷണമാണ്, നിങ്ങളുടെ ഇണകൾ നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. അതുകൊണ്ട് ക്ഷമ അവലംബിക്കുക. ക്ഷമയാണ് വളരെ പ്രധാനം. ക്ഷമ ഇതാ ഒരു പ്രകാശമാണ്. പടച്ചവരോടുള്ള ക്ഷമയാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അള്ളാന്റെ ദീനിലുള്ള ക്ഷമ, പടച്ചവന് വേണ്ടിയുള്ള ക്ഷമ. ഇന്നല്ലാഹ മഅസ്വാബിരീൻ. അല്ലാഹ് ക്ഷമിക്കുന്നവരുടെ കൂടെയാ. പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പേ അങ്ങേയറ്റം ക്ഷമിച്ചോളി. അല്ലാഹ് നമ്മളോടൊപ്പം. ഒരു കാര്യം നമ്മളോട് പറയാം, സത്യേ ജയിക്കൂ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, മടവൂർ വിഭാഗം എന്ന് പറയുന്ന മർക്കസുദ്ദാവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവര് നമ്മളിൽ നിന്ന് പിരിയുമ്പോ 2002 പറഞ്ഞ വാക്കെന്താ? എന്താ? ഞങ്ങള് 80% ആളുകളുണ്ട് അല്ലേ? പേടിച്ചില്ലേ നമ്മുടെ നേതൃത്വം? പേടിച്ചില്ലേ നമ്മളൊക്കെ? എല്ലാരും കരഞ്ഞില്ലേ? എല്ലാം കീഴടക്കീന, എല്ലോല കയ്യില, ആധാരക്കോല് കൊണ്ടുപോയിന. ആധാരം കൃത്യമായിട്ട് എത്തിച്ചോളണം അന്നും ഇന്നും അല്ലേ? എന്തിനാ അക്കീദ പറയുന്നവർക്ക് ആധാരം എന്തിനാണോ?
ബിൽഡിംഗ് എന്തിനാ? സുന്നത്തിന്റെ പ്രബോധകർക്ക് കെട്ടിടം എന്തിനാ? മൈക്ക് മതി, സ്റ്റേജും ആളും അല്ലേ? എന്നിട്ട് എന്താ ഉണ്ടായത്? മടവൂരികൾ പിരിഞ്ഞു പോയപ്പോ പിന്നെ 95% നമ്മളും 5%. എന്താ കാരണം? നമ്മളെ സൗന്ദര്യം കൊണ്ടാ? അല്ല, പ്രചരിപ്പിച്ച ആദർശത്തിന്റെ മഹോന്നതി നിഷേധിക്കാൻ കഴിയോ? നമ്മുടെ 2 സാൽവേഷൻ ഇന്ത്യ ചരിത്രത്തിൽ മറക്കാൻ കഴിയോ? നമ്മുടെ 2 സാൽവേഷൻ മറക്കാൻ കഴിയോ? 2 മഹാസമ്മേളനം മറക്കാൻ കഴിയോ? നന്മയിലേക്ക് തിന്മക്കെതിരെ എന്ന KNMന്റെ ക്യാമ്പയിൻ മറക്കാൻ കഴിയോ? ഇസ്ലാം വെളിച്ചമാണെന്ന ISMന്റെ ക്യാമ്പയിൻ മറക്കാൻ കഴിയോ? മതം ഗുണകാംക്ഷയാണെന്ന ക്യാമ്പയിൻ മറക്കാൻ കഴിയോ? നമ്മുടെ കുട്ടികൾ നടത്തിയ ക്യാമ്പയിനുകൾ മറക്കാൻ കഴിയോ? MSMന്റെ സ്റ്റേറ്റ് സമ്മേളനം സെയ്ദ് മൗലവിയുടെ നാട്ടിലെ രണ്ടത്താണിയുടെ മണ്ണിൽ സാക്ഷ്യം വഹിച്ചതിനെ മറക്കാൻ കഴിയോ? ഏതാ മറക്കാൻ കഴിയുക? നമ്മൾ പ്രവർത്തിച്ച പല്ല വിജയിപ്പിച്ചു. അല്ലാഹ് നിങ്ങളെ സഹായിക്കോ? അല്ലാഹ് നിങ്ങളെ സഹായിക്കും. അതെ, ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഓതാനുള്ളതല്ല, നെഞ്ചകത്ത് പ്രാവർത്തിയാക്കാനുള്ളതാ. നിങ്ങളുടെ ശരീരവും സമ്പത്തും ഞാൻ വിലക്ക് വാങ്ങി. ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗം പകരം തരാമെന്ന കണ്ടീഷനിൽ. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു 80ലധികം കുത്തു ഉഹദിന്റെ ഭൂമിയിൽ കയ്യിന്റെ അവിടെ ഇങ്ങനെ വിരലിങ്ങനെ അറ്റ് തൂങ്ങി അതിനെടുക്കുക, കാലിന്റെ അടിയിൽ ചൊറ്റ പറക്കില് ഓടുന്ന തടസ്സ. അംർ ഇബ്നു ജമൂഹ് വികലാംഗന, ഒറ്റക്കാലില്. ഉമർ ഇബ്നു ഖത്താബ് തന്റെ ഭരണകാലഘട്ടത്തിൽ പറയാണ്, അമീറുൽ മുഅ്മിനീൻ, നബി വികലാംഗനായതുകൊണ്ട് അനുവദിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് എന്നോട് അനുതാപൂർവ്വം അനുവദിച്ചില്ല. ഇനി നിങ്ങളും അനുവദിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും ഷഹീദാകാതെ. ഒരു ചേഞ്ച്, ഞാൻ വികലാംഗനായത് എന്റെ കുറ്റമാണോ? എന്റെ റബ്ബെനിക്ക് തന്ന സൗഭാഗ്യം, അതുകൊണ്ട് ചേഞ്ച് താ എന്ന് പറയാം. പലരും പല ആളുകളും ചോദിച്ചു വാങ്ങേണ്ടവര്. അതേ, എന്നിട്ട് രക്തസാക്ഷിയാവുകയാണ്. നമ്മുടെ വികലാംഗരാണോ? പള്ളി പോലും നിസ്കരിക്കാൻ കഴിഞ്ഞോ? റമദാൻ കഴിഞ്ഞിട്ട് ഒരു പെണ്ണിനെ പോലെ കയറ് പിരിച്ച് മനോഹരമായ ഒരു കയറുണ്ടാക്കിയിട്ട് അത് ഉടച്ചു കളഞ്ഞ പെണ്ണിനെ പോലെ. 16-ാം അധ്യായം 92-ാമത്തെ വചനം. ഈ സഹാബികൾ പോയ സ്വർഗം, ആ മഹദി ആസിയ ബീവി ഫിറൗനിന്റെ രാജകൊട്ടാരത്തിൽ ജീവിച്ച് പ്രഥമ വനിതയായി സുഖലോലുപതയുടെ പർദീസയിൽ ജീവിച്ച കിങ്കരനായ ഫിറൗനിന്റെ ഭാര്യ. വൈദിനജൈനാകും മിന്നാലി ഫിറൗന യസൂമൂനകും സുവൽ അദാബ് യസ്ബഹൂന അബ്നാഅകും വയസ്തഹയൂന നിസാഅകും വഫി ദാലികും ബലാഉൻ മിർ റബ്ബികും അദീം. 2-ാം അധ്യായം 49-ാമത്തെ വചനം. ആണുങ്ങളെ അറുകൊല ചെയ്ത് അറുത്ത് കശാപ്പുശാലയിൽ കട്ട് ചെയ്ത റാംസസ് 2-ാമന്റെ കൊട്ടാരത്തിലെ പ്രഥമ വനിത നെഞ്ചകത്ത് തൗഹീദ് കിട്ടിയപ്പോ, കുരിശിലേറ്റിയപ്പോ, കല്ലെറിഞ്ഞപ്പോ, വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ഇൻതക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ. ചോദിക്കുക, സ്വർഗത്തിൽ വിട്. നമ്മളോ രാജകൊട്ടാരമുള്ളവരുടെ കൂടെയുള്ള സഹവാസം. അബൂ സുഫിയാൻ ഇറാഖ്ലിയസ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ പോയിന്റ് നോട്ട് ചെയ്തോളി. ഇറാഖ്ലിയസ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്തിയപ്പോ അബൂ സുഫിയാനോട് ചക്രവർത്തി ചോദിച്ചു, അല്ല, ഈ പ്രവാചകൻ എന്ന് പറഞ്ഞ മുഹമ്മദ് നബിയിലേക്ക് ആള് കൂടി വരികയാണോ ആള് കുറയാണോ? ആള് കൂടെയാണ്. 2-ാമത്തെ ചോദ്യം കേട്ടോളി, ശരിക്കും പഠിച്ചോളി ദീൻ എന്താ. അതെ, ശരിക്കും അതാണ് പഠിച്ചിട്ട് ഇവിടുന്ന് പോയാൽ പഠിച്ചിട്ടേ ഇങ്ങോട്ട് പോവും. ഞാനിവിടെ മരിച്ചു വീണാൽ ഇതിന് വിരാമുണ്ടാവും. പിന്നൊരു സമയമുണ്ട്, ആ സമയത്ത് ഞാൻ നിർത്തുകയും ചെയ്യും. സഹോദര, ശരിക്കും ആലോചിച്ചോ, ശരിക്കും പഠിച്ചോ. അപ്പോ ചക്രവർത്തി ചോദിക്കാൻ, അല്ല, ഈ പ്രവാചകന്റെ കൂടെ സമ്പന്നന്മാരാണോ ഉള്ളത്, ദരിദ്രരാണോ? അപ്പൊ അബൂസ്യൻ ചാടിക്കേറി. കാരണം ഇത് ചോദിക്കുന്നത് പണച്ചാക്കളന്റെ മൂപ്പര് ഉസാറാന്ന് മൂപ്പര് പറയുന്ന എഴുതിയിട്ടാ. മനസ്സിലാക്കണേ. അപ്പോ ഈ സാധു അബൂ സുഫിയാൻ ലോക്കൽ മനുഷ്യന്മാരാ, നാടൻ മനുഷ്യന്മാരാ, നാടനാളുകളാ, സാധുക്കളാ. അപ്പോ ഇറാഖ്ലിയസ് ചക്രവർത്തി പിന്നെ പറഞ്ഞ 2 ചോദ്യം ചോദിച്ചില്ലേ. ഒന്ന്, ആള് കൂടുകയാണോ? ഏതൊരു സത്യസന്ധനായ പ്രവാചകന്റെയും പ്രത്യേകത അതാ, ആള് കുറയില്ല, കൂടുകയുള്ളൂ. 2,
ദരിദ്രരാണോ സമ്പന്നരാണോ ചോദിച്ചില്ലേ? സത്യപ്രവാചകന്മാരുടെ പ്രത്യേകത അവരെ കൂടെ ദരിദ്രന്മാരുണ്ടാകുക. നമ്മളോ ആധുനിക കാലഘട്ടത്തിലെ മതസംഘടനകളോ അവരെ വലതുഭാഗത്ത് പണക്കാർ, ഇടതുഭാഗത്ത് പണക്കാർ, മുന്നിൽ പണക്കാർ, പിന്നിൽ പണക്കാർ, ചെല്ലുന്ന രാജ്യങ്ങളിൽ പണക്കാർ, ചുറ്റിലും പണക്കാർ, ചുറ്റിലും പണക്കാർ. പിന്നെയോ അറിവുള്ളവരോ ഇൽമുള്ളവരോ ദൂരെ അകലങ്ങളിൽ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളിൽ നിന്ന് പണ്ഡിതന്മാർ അനന്തരമെടുക്കുന്നത് ദീനാറല്ല, ദിർഹമല്ല, ജ്ഞാനമാണ്, വിജ്ഞാനമാണ്, അറിവാണ്. അവർക്ക് വേണ്ടി, ആ ആലിമകൾക്ക് വേണ്ടി. അടുത്ത വാചകം ഒന്ന് സൈലന്റ് ആയിട്ട് എടുക്കട്ടോ. മൂന്നാളുകൾ നടന്നു പോവുകയാണ്. അതിലൊരാൾ ആലിമാണ്. ആ ആലിമിനെ ആര് തിരിച്ചറിയുന്നറിയോ? ഉറുമ്പ്. സുബ്ഹാനല്ലാഹ്, കള്ളം പറയാത്ത മുത്ത് നബി പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. ലോകത്ത് ചരിത്രത്തിൽ ജീവിച്ച പ്രവാചക ചക്രവർത്തി പറയാണ്, ഒരാലിമിനെ ഉറുമ്പ് തിരിച്ചറിയും, ഒരു പണക്കാരനെ തിരിച്ചറിയുമെന്നല്ല, ഒരാലിമിനെ. എന്നിട്ട് ആ ഉറുമ്പ് മാളത്തുനിന്ന് പ്രാർത്ഥിക്കും, അല്ലാഹ് ഈ ആലിമിനെ നീ അനുഗ്രഹിക്കണേ, എന്തൊരു ബർക്കത്ത്. തീർന്നില്ല. ഹത്തൽ. പ്രവാചക പറയാൻ, സാഗരത്തിലെ മത്സ്യങ്ങൾ പോലും, കടലിലെ ആഴക്കടലിലെ മത്സ്യങ്ങൾ ആലിമിനെ തിരിച്ചറിയും, ആലിമിന് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ നമുക്ക് ആലിമുകളെ വേണ്ട. ആലിമുകളെയൊക്കെ ആലിമുകൾ മൂലക്ക് നിർത്തി. ലോകം നോക്ക്, ഇൽമുയർത്തപ്പെടും, ഖിയാമത്ത് നാൾ അടയാളാണ്. ആലിമുകളെ മാറ്റി നിർത്തപ്പെടുന്നതാണ് അതിന്റെ അർത്ഥം. ഒന്നെങ്കിലും മരിച്ചു പിരിയും, അല്ലെങ്കിൽ അവർക്കൊരു നിലയും വരെ ഉണ്ടാവില്ല. ഇത് ഞാൻ വെറുതെ പറയല്ല. എന്റെ മനുഷ്യരെ കക്ഷിത്തമ്പിട്, ഹിസ്ബുള്ളയാകെ, അള്ളാന്റെ കക്ഷിയല്ല, ഓരോരുത്തരുടെ കക്ഷിയല്ല. മുജാഹിദ് പ്രസ്ഥാനം വർഷങ്ങളായി, ഒരു നൂറ്റാണ്ടിന്റെ നവോത്ഥാന ചരിത്രം പറയുമ്പോ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറയാറില്ല, നിങ്ങൾ കെ മൗലവിന്റെ ആളായിക്കോളി, നിങ്ങൾ വക്കം മൗലവിന്റെ ആളായിക്കോളി, നിങ്ങൾ ഇന്ന സലഫിന്റെ ആളായിക്കോളി, നിങ്ങൾ ഇന്ന സലാഹിന്റെ ആളായിക്കോളി എന്നാണോ? ആണോ? നമ്മൾ പറഞ്ഞു നിങ്ങൾ ഖുർആന്റെ സുന്നത്തിന്റെ അനുയായികളായി. ഒരു വ്യക്തി കോഴിക്കോട് ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കെന്തറിയോ? ഖുർആനും സുന്നത്തും അവിടെ കെട്ടെ, നമ്മുടെ സംഘടന എന്താ പറഞ്ഞേ അത് കേട്ടാ മതി. ദുരന്തമാണ്. നമ്മളെന്താ പറയലേ? സംഘടന അടക്കട്ടെ, ഖുർആനും സുന്നത്ത് എന്താ പറഞ്ഞ കേൾക്കുക. അല്ലേ അല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞ അതുണ്ടോ സാധനം? ഇതൊരു മൊബൈലാണ്, ഒരു മൊബൈലാണ്. ഉദാഹരണം എനിക്ക് ക്ലിക്ക് ചെയ്യാതെ പോലും ഇതൊരു മൊബൈലാണ്. ഇത് മൊബൈലിന്റെ കവറാണ്. മാജിക് കാണിക്കൊന്നല്ല, പഠിച്ചോളി, മനസ്സിലാക്കി. ഇതാണ് മൊബൈൽ. ഇതിനാണ് പ്രാധാന്യം. ഇത് താഴെ വീണ് ഉടയാതിരിക്കാനുള്ള സേഫ്റ്റിയാണ് ഈ കവർ. ഒരാൾക്ക് മൊബൈൽ പൊട്ടിയാലും മണ്ടിയില്ല, ചതഞ്ഞാലും മണ്ടിയില്ല, സിം കാർഡ് പോയാലും മണ്ടിയില്ല, ഇതിനൊന്നും പറ്റരുത് എന്നൊരു ടീം തീരുമാനിച്ചാലോ അതുപോലെയാണ് നമ്മൾ. സംഘടന എന്തിനാ? ഇത് പ്രൊട്ടക്ട് ചെയ്യാനാ. ഏതുപോലെ? ജ്വല്ലറി പോയി, ജ്വല്ലറിയിൽ നിന്ന് 2 പവൻ സ്വർണം വാങ്ങി. അപ്പൊ ഒരു പെട്ടിയിൽ ഇട്ട് കൊടുത്തു, ഒരു ചുവന്ന കടലാസിന്. ഒരുത്ത സ്വർണം കളഞ്ഞ് പെട്ടി മുറുക്കി പിടിച്ച്. ഓനെ പോലെ പെട്ടി ഈ ഭൂമിയിൽ വേറുണ്ടോ? ഇനി നിങ്ങൾ കേട്ടോ, ഓരോ കാര്യങ്ങൾ ഞാൻ എന്നെ സ്ട്രൈക്ക് ചെയ്തേ. ആദർശപരവും സംഘടനാപരവുമായ ഒരു തെറ്റ് ചെയ്താൽ ആജീവനാന്തം പുറത്ത്, ആദർശപരമായി തെറ്റ് ചെയ്ത 1 കൊല്ലം പുറത്ത്. നമുക്ക് ഏതാ വലുത്? ഇത് കൃത്യമായ രേഖയെന്ന് ഞാൻ വഹിക്കണേ, നിഷേധിക്കാനാവാത്ത രേഖയെന്ന്. ഏത്? ആദർശപരമായി ഗുരുതരമായ പാപം ചെയ്തു. ബുഖാരിയെ തള്ളിക്കളഞ്ഞു, ഹദീസ് നിഷേധിച്ചു, ഷഹാദത്ത് കലിമയുടെ 2ാം ഭാഗം നിഷേധിച്ചു, കൊച്ചാക്കി. അയാൾക്ക് 1 വർഷം പണിഷ്മെന്റ്. സംഘടനാപരമായി ചെയ്താലോ ആജീവനാന്തം പുറത്ത്. നമുക്ക് ആദർശാണോ വലുത്? സംഘടനയാണോ? ഇനിയും തിരിച്ചറിയുന്നില്ലേ? ആയിക്കോ പോയിക്കോ, നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. അത് നിന്നെ കുറിച്ച്, എന്നെ കുറിച്ച്, അത് സമസ്തക്കാർക്കെതിരെ ഓതാനുള്ളതല്ല, മനുഷ്യകുലത്തിന് മുഴുവനെതിരെ ഓതാൻ. ഖുർആനിന്റെ 4-ാം അധ്യായം 115 ജനങ്ങളെ ഹക്ക് പറയും. നോക്ക്, മത്സര ആരുടെയും കവാത്ത് ലോകമല്ല. ഇരിക്കവിടെ എന്ന് വൈകുന്നേരം പറയാം. ചോദ്യം ചോദിച്ചാൽ അനേ ഇരിക്കവിടെ, ഞങ്ങൾ പറയും കേട്ടാ മതി. ഇത് ലോകം, അതിവിടെ. ചട്ടപ്പിത്തരും ഗുണ്ടായിസവും ഇവിടെ. മറ്റേടത്തല്ല, മറ്റേടത്തെ നിന്റെ റബ്ബ് ഒരാളോടും അനീതി കാണിക്കില്ല. മാത്രമല്ല വാഹിദുൽ ഖഹ്ഹാർ,
ഞാനാണ് ജബ്ബാർ, ഞാനാണ് മുത്തക്കബ്ബിർ. ഐനൽ മുത്തക്കബ്ബിറൂൻ? എവിടെ? സ്വച്ഛാധിപതികൾ എവിടെ? സാമ്രാജ്യങ്ങൾ ഭരിച്ചവരെവിടെ? റോമൻ, പേർഷ്യൻ, ഈജിപ്ഷ്യൻ, അതുപോലെ അഫ്രീക്കൻ സംസ്കാരങ്ങളിൽ, ഇൻഡസ് വാലി സിവിലൈസേഷനുകളെ, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരങ്ങളെ നയിച്ച രാജാതിരാജന്മാരെവിടെ? ചക്രവർത്തിമാരെവിടെ? ഫിറോനുമാരെവിടെ? നമ്രൂദുമാരെവിടെ? ഹമാന്മാരെവിടെ? അബൂജഹലുമാരും അബൂലഹബുമാരും എവിടെ? നെതന്യാവും ഏരിയൽ ശാരോണും നെപ്പോളിയൻ ബോണപ്പാർട്ടും എവിടെ? എന്റെ മുമ്പിൽ എവിടെ എന്ന് റബ്ബ് ചോദിക്കുന്നിടത്ത് നിൽക്കുന്ന രംഗം. അവിടെ രക്ഷപ്പെടാൻ ശ്രമിച്ചോളി. ഞാൻ ഉറച്ചു പറയാ, എന്നെ രക്ഷപ്പെടുത്താൻ ഒരു നബിയും വരൂല, എന്നെ രക്ഷപ്പെടുത്താൻ നല്ലൊരു മാതൃകയും വരില്ല. അസുര കാലഘട്ടമാണ്. ശ്രദ്ധിച്ചോളി. ഈ പ്രസംഗം നിങ്ങളുടെ ലൈഫിൽ ഒരു വൈദ്യുതിയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഒരക്ഷരം നിനക്ക് പൊരുത്തപ്പെടാത്ത ഇവിടെ പറയുന്നില്ലേ റബ്ബേ? ഒരക്ഷരം. അതുകൊണ്ട് എല്ലാവരും ഗൗരവമായി ഒന്ന് കണ്ടോളി. മുജാഹിദ് പ്രസ്ഥാനം എന്തായെന്ന് ഇവിടെയുള്ള മറ്റ് സംഘടന നിങ്ങൾ കൊച്ചാക്കിയ തകരുന്ന ഒന്നല്ല ഇത്. നിങ്ങൾ പരിഹസിച്ചാൽ തകരുന്ന ഒന്നല്ല ഇത്. ഇപ്പൊ നോക്കേ, ഞാനിവിടെ അന്തിക്കാട് പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് വരുന്നത്, അതിന്റെ മുമ്പിൽ സമസ്തക്കാര് മുജാഹിദ് ബാൽഷീരെ പുറത്താക്കി. വേറൊരാളെ പുറത്താക്കി. അയാളെ പറ്റി എന്തിനാ പറയണേ? അത് പുറത്താക്കിയാളല്ലേ ചോദിക്കാൻ. ആദം നബീനെ അല്ല പുറത്താക്കി, അതിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. ആദം നബീനെ സ്വർഗത്തിൽ നല്ല പുറത്താക്കിയതിനെ പറ്റി ഖുർആനും പറഞ്ഞു, സുന്നത്തും പറഞ്ഞു, നമ്മളും പറഞ്ഞു. ഇനി ഒരാള് വാദിക്കണെന്ത്? ആദം നബീനെ അല്ല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ശിർക്ക് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ഇടപെട്ടിട്ട് നമ്മൾ ഒരു ശിർക്ക് ചെയ്തിട്ടല്ല, പഴം തിന്നിട്ടാണ്. അത്രേ ഉള്ളൂ. ജിന്നിനോട് പ്രാർത്ഥിച്ചതിന്റെ പേരിലാണ് പുറത്താക്കിയെന്ന് പത്രം തോന്നിയാസം പറഞ്ഞു. അപ്പൊ ഒരു വിശ്വാസിയെ സ്നേഹിക്കുന്ന മുഅ്മിൻ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചു, അള്ളാഹ്ക്ക് വേണ്ടി വെറുത്തു. ഒരു മുഅ്മിനായ മനുഷ്യൻ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ അതേന്ന് പറയോ? അവൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ മുശ്രിക്കായി എന്ന് പറഞ്ഞാൽ അനുവദിച്ചു കൊടുക്കാവോ? പഠിച്ചോനെ, ചെങ്ങായിന്റെ കാര്യം നാളെ പോക്കാണല്ലോ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ മെഞ്ഞാ സെലൂട്ട് അടിച്ച ചെങ്ങായിമാരെ. മനസ്സിലായോ? ഇത്ര വേദിയിൽ ഞാൻ കേറിക്കോളാന്ന് ഉമ്മാക്ക് ഉറപ്പ് കൊടുത്തിട്ടില്ല, ബാപ്പാക്കും ഇല്ലാന്ന്. മുജാഹിദ് എന്നാ എന്റെ പേര്. ബാപ്പ ഇട്ടതേ അള്ളാഹ് എന്തോ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതിൽ ഉറച്ചൊക്കെ എനിക്ക് വേണ്ടി നിങ്ങൾ കയറി. എന്നും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാൽ പോലും ഒരുത്തന് മുമ്പ് പോയി കൈ നീട്ടി ഓനെ ഓച്ചാനിച്ചു നിന്ന് ഓന്റെ ഇഷ്ടത്തിനൊത്ത് പറയുന്ന ഒരു അവസ്ഥ അല്ലാണ്ട് ഏറ്റവും വലിയ ദുനിയാവിലെ ഹൈറത. അതിന് നിങ്ങൾ കയറി. ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി കയറി. വേറൊന്നിനും വേണ്ടിയല്ല. നിങ്ങൾ ആരെയും മോളെ കെട്ടാനല്ല, എന്റെ മക്കളെ നിങ്ങൾ കെട്ടിച്ചേരാൻ അല്ല. അള്ളാന്റെ ദീൻ അറിയുന്ന ഒരു മനുഷ്യ സമൂഹം ഇവിടെ ഉണ്ടാവണം. എത്ര അമുസ്ലിങ്ങളാണ് ശിർക്കിലേക്ക്, എത്ര ആളുകളാണ് ദർഗയിലേക്ക്. നമ്മുടെ എനർജിയാണല്ലോ നഷ്ടപ്പെട്ടു പോണത്. അതുകൊണ്ട് ആദ്യമായി എന്താണ് മുജാഹിദ് പ്രസ്ഥാനം എങ്ങനെ സമൂഹത്തെ നന്നാക്കും? ആളുകൾ ചോദിക്കും, മുജാഹിദ് പ്രസ്ഥാനം ഐക്യസംഘം തന്നെ തുടങ്ങിയല്ലേ? ഇവിടെ യൂട്യൂബിൽ കയറിയ പൊരുത്തന്റെ കമന്റ്, ഐക്യസംഘം തന്നെ തുടങ്ങി, നിങ്ങളിപ്പോ എവിടെയല്ലേ? തരക്കേടില്ല. എടോ, നൂഹ് നബിയുടെ കപ്പലിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ടോലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓല് പിന്നെ എവിടെ എത്തി? മുഹമ്മദ് നബി വാർത്തെടുത്ത സ്വഹാബത്ത്, അതിന്റെ തലമുറ, പിന്നീട് ആ ഉമ്മത്ത് എന്തുണ്ടായി? 73 വിഭാഗം എന്ന് പറഞ്ഞില്ലേ? എങ്ങനെ പറ്റും? ഇനി വേറൊന്ന്, നല്ല തക്കാളിയെ കെട്ടുപോകുള്ളൂ. കെട്ട തക്കാളി പിന്നെ കെടുതയില്ല. ബാക്കിയുള്ള സംഘടനകളൊക്കെ ഇവിടെ എന്താ ഇവിടെ നല്ല സംഘടനയെ കെട്ടുപോകും. അത് ലോകത്തിന്റെ ഒരു നിയമമാണ്. ഒരു നല്ല മരം വളർന്ന് പടർന്ന് യുവത്വത്തിലെത്തി പിന്നെ വാർദ്ധക്യത്തിലേക്കുള്ള യാത്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് തരട്ടെ. ഒരു കാര്യം, എല്ലാ പ്രസ്ഥാനങ്ങളും പറയും ഞങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിക്കുന്നു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഞാനിതൊരു ചോദ്യവും മറുപടി നിങ്ങൾ പറയണം. ഉറക്കെ പറഞ്ഞാൽ മതി. ഖുർആനും സുന്നത്തും അനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ എന്നൊരുത്തം പറഞ്ഞാൽ ഓൻ സലഫിയാണോ അല്ല അതിന്റെ പുറത്തു? നിങ്ങൾ പറ.
ഖുർആനും സുന്നത്തും അനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കുന്ന ഒരാൾ പറഞ്ഞാൽ ഓൻ രക്ഷപ്പെട്ട ഫിർഖത്തുൻ നാജിയയിൽ തായിഫത്തുൻ മൻസൂറയിൽ മൻഹജു സലഫിൽപ്പെട്ടവനാണോ? ആണോ? ഖുർആനും സുന്നത്തും മാത്രം മതി എനിക്ക്, ഞാൻ അതിന് മനസ്സിലാണനുസരിച്ച് ജീവിക്കുന്ന ഒരുത്തം പറഞ്ഞോ സലഫ? നമ്മുടെ വ്യാഖ്യാനം എന്താ? അതാദ്യം കേൾക്കി. ഞാൻ ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമിന്റെ ഭരണഘടന കണ്ടിട്ടുണ്ടോ? ആ ഭരണഘടന എന്താണ് അറിയോ? മെമ്പർഷിപ്പ് എടുക്കുമ്പോ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന്, സംഘടന അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചോള്ളാന്ന്. അതെന്നെ നമ്മളതിലുള്ളത്, അതെന്നെ സമസ്തയിലുള്ളത്, അതെന്നെ ഖാദിയാനികളെടുത്തുള്ളത്, അതെന്നെ ബാക്കിയുള്ളവരെടുത്തുള്ളത്, അതെന്നെ ഇവിടുത്തെ സമസ്തയിലുള്ളത്. എന്നാൽ എന്തേ സംഭവിച്ചത്? നമ്മൾ തമ്മിലൊരു വ്യത്യാസമുണ്ട്, എല്ലാവരും എത്തുന്ന ഒരു വ്യത്യാസം. അത് വായിച്ച് കേൾപ്പിച്ചു. അതെ, ഇതുണ്ടല്ലോ, 2002 മുമ്പ് മദീനത്തുൽ ഉലൂമിൽ ചേർന്ന മടവൂരി പണ്ഡിതന്മാരും ഇന്നത്തെ നമ്മുടെ മുജാഹിദ് 21 പണ്ഡിതന്മാർ, TP അടക്കമുള്ള, അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള, ഹുസൈൻ മടവൂർ അടക്കമുള്ള, KK മുഹമ്മദ് സുലമി അടക്കമുള്ള, ശ്രീമണ്ഡം അബ്ദുൽ ഹമീദ് മദനി അടക്കമുള്ള മഹാപണ്ഡിതന്മാർ കൂടി ചേർന്ന് എടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഇതാ മുജാഹിദ് പ്രസ്ഥാനം, ഇനി മുതൽ ഇതാ മുജാഹിദ് പ്രസ്ഥാനം. മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രഖ്യാപനം അതാണ്. കേരള നദുവത്തുൽ മുജാഹിദിന്റെയും KJയുടെയും പ്രഖ്യാപനം അതാണ്. അതെന്താ? ഇനി ഇത് വായിച്ചു തരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. KNI കോർഡിനേഷൻ വകുപ്പിന്റെ ആവശ്യപ്രകാരം കേരള ജമിയത്തുൽ ഉലമ നിർവാഹക സമിതിയുടെ അംഗീകാരത്തോടെ നടന്ന പണ്ഡിത ചർച്ചയുടെ തുടർച്ചയായ തീരുമാനത്തിനു വേണ്ടി 2001 ജൂൺ 4 മദീനത്തുൽ ഉലമ അറബിക് കോളേജിൽ ചേർന്ന KJU നിർവാഹക സമിതി യോഗത്തിന്റെ മിനിറ്റ്സ് 10 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അത്. ഇനി കേട്ടോളി, ഇന്നലെ ഇന്നും തുടങ്ങിയൊന്നല്ല. ഇനി ഇതിന്റെ തീരുമാനവും ബാക്കിയുള്ള ഒന്നത് കേട്ടോളി, വായിച്ച് കേൾപ്പിച്ചേരാ. ശ്രദ്ധിച്ചോളി, പഠിച്ചോളി, തെറ്റിപ്പോകരുത്. തെറ്റിപ്പോയാ പോയി മോനെ. റസൂലുള്ള പറയാണ്, ഒരു വരങ്ങനെ നീട്ടി വരച്ചു, എന്നിട്ട് വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ കുറെ വരകൾ. എന്നിട്ട് റസൂലുള്ള പറയാണ്, വലത്തോട്ട് തെറ്റല്ലേ, ഇടത്തോട്ട് തെറ്റല്ലേ, ഹദാ സബീലുല്ലാഹി മുസ്തഖീമ, ഈ മുസ്തഖീമായ പാതയിലാണ് നീങ്ങിക്കോവാർ. ഈ മുസ്തഖീമായ പാതയിൽ അങ്ങോട്ട് നീങ്ങിക്കോവാർ. എനിക്ക് ഇതാ വ്യതിയാനം സംബന്ധിച്ച വിവരണവും പ്രതികരണങ്ങളും തീരുമാനം. വ്യതിയാനം സംഭവിച്ചു ആർക്ക്? അന്ന് മടവൂർ വിഭാഗത്തിൽ. അന്ന് നമ്മുടെ സംഘടന ചർച്ച ചെയ്ത പോയിന്റാ ഘടിപ്പിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്താ ചർച്ച ചെയ്ത അറിയോ? പ്രമാണത്തെ കുറിച്ച് ചർച്ച ചെയ്ത് കേട്ടോ. ഓരോ വരിയും ശ്രദ്ധിച്ച് കേട്ടു പഠിച്ചോളി. ഖുർആനും അവസാനിച്ചില്ല, ഹദീസും ഇന്നുണ്ടല്ലോ. ഇരുവേറ്റിക്കാരന്റെ കുഫ്രിയത്തിന്റെ ലേഖനം ഇന്നുണ്ടല്ലോ, പത്രത്തിലുണ്ടല്ലോ, മാധ്യമത്തിലുണ്ടല്ലോ. ഇന്നലെയൊക്കെ ജിന്നുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ എഴുത്ത്. ഹദീസ് നിഷേധിക്കണേ, അയാൾക്ക് 1 കൊല്ലല്ല, ആജീവനാന്ത പുറത്തെടുത്തേണ്ട ആളാണ്. 1 കൊല്ലോ ഒറ്റ ഹദീസ് നിഷേധിച്ചോന്റെ വിധി എന്താ? ആജീവനാന്തോന്റെ കൈ പൊങ്ങിയില്ലാന്ന ഹദീസ് തെളിവാ പറയുന്നത്. തെളിവിന്റെ മുമ്പിൽ പിന്നെ ഞമ്മിഞ്ഞം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കേട്ടോളി, ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും നോക്കണേ, പദപ്രയോഗം ശ്രദ്ധിക്കണേ. മുജാഹിദ് പ്രസ്ഥാനം എന്താണ്? സമസ്തക്കാരി ശരിക്ക് പഠിക്ക്, ജമാഅത്തെ ഇസ്ലാമി ശരിക്ക് പഠിക്ക്, മടവൂരികൾ പഠിക്ക്. പുതുതായി ഇതിലേക്ക് വന്നിട്ട് മനസ്സിലാക്കാതെ പോയ ആളുകളുണ്ടെങ്കിൽ നിങ്ങളും പഠിക്കും. ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും പോരാ, വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗം അവലംബിക്കേണ്ടതില്ലെന്നും അങ്ങനെ ഒരു മനഹജ് തന്നെ ഇല്ലെന്നുമുള്ള വാദം നാം ഇതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങൾ വ്യതിയാനമാണ്. ഒരു കാര്യം ഓർക്കും, ഇതിൽ തന്നെ ഒരു പോയിന്റ് ഉണ്ട്. നാം ഇതുവരെ പുലർത്തിപ്പോന്ന ആശയം. അപ്പൊ അന്നും 2000-ലും KNMന്റെ അർത്ഥം എന്താണ്? ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നിടത്തും വ്യാഖ്യാനിക്കുന്നിടത്തും സ്വന്തം ഇഷ്ടത്തെ പിൻപറ്റരുത്. ഇതിങ്ങനെ പറയാനൊരു കാരണവും കൂടിയുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന അധ്യായത്തിന് KK മുഹമ്മദ് സുല്ലമി അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു പുറത്തു കൊടുക്കൽ നമ്മൾ പ്രാർത്ഥിക്കാം. പക്ഷേ സ്വന്തമായിട്ട് അഭിപ്രായം പറയാം, വ്യാഖ്യാനിച്ച് തോന്നിയതുപോലെ പറഞ്ഞു. അതൊക്കെയായിരുന്നു ഇതിന്റെ ചർച്ചയുടെ മർമ്മം. അത് അന്ന് പങ്കെടുത്തവർക്കൊക്കെ നല്ല ഓർമ്മയുണ്ടാവും. കേട്ടോളിയേ. ഇനി അവരുടെ പ്രതികരണം, മടവൂർ വിഭാഗത്തിന്റെ കാലഘട്ടത്തിലെ പ്രതികരണം. ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും
മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗം അവലംബിക്കേണ്ടതില്ലെന്ന വാദം ഞങ്ങൾക്കില്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, ഞങ്ങൾക്കില്ല. എന്നിട്ടും അവരെന്തുണ്ടായി? ഞങ്ങൾ മനഹജു സലഫിലാണെന്നാണല്ലോ പറഞ്ഞേ. ഞങ്ങൾക്ക് അതിനെതിരെ ഒരു അഭിപ്രായമില്ല. എന്നിട്ടും ബുഖാരി നിഷേധിച്ചില്ലേ? എന്നിട്ടും അസീസ് തോന്നിയ പോലെ വ്യാഖ്യാനിച്ചില്ലേ? അതാ പോയപ്പോ അതിനിയും വരും. ഇതൊക്കെ അംഗീകരിച്ചാലും ഇനിയും വരും. എനിക്ക് കേട്ടോ, നമ്മളെ തീരുമാനം എന്താ? അതാ മുതല്. ആ തീരുമാനത്തിലാ ഞാനും നിങ്ങളും ഉണ്ട്. ഒന്നും തെറ്റിപ്പോയിട്ടില്ല കേട്ടോ, ഒരു ഇഞ്ചും. വെറുതെ പറയാം കേട്ടോളി. അതെന്താ? ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത്. ഇനി ചെറിയൊരു വിശദീകരണം ശ്രദ്ധിച്ചേ. ഖുർആൻ അത് മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും സഹാബത്തിന്റെ സച്ചരിതരുടെ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയാണ്, ഈ ഉത്തമ തലമുറയാണ് സലഫുകൾ എന്ന് പറഞ്ഞാൽ. ഇനി കേട്ടോ, ഒരു ഹദീസ് അത് സഹീഹാ ലൈഫാ, പോയിന്റ് ശരിക്കും മനസ്സിലാക്കുക. ഹദീസ് സഹീഹാകാം അല്ലെങ്കിൽ ലൈഫാകാം. ഒരു ലൈഫായ ഹദീസ് സഹാബികളുടെ മുമ്പിൽ വന്നു, അവരാ വിഷയം ചർച്ച ചെയ്തു, അവരതിനെ മനസ്സിലാക്കി, അവരതിനെ വ്യാഖ്യാനിച്ചു. അപ്പോ ലൈഫാണെങ്കിൽ പോലും അവർ മനസ്സിലാക്കിയാലും വ്യാഖ്യാനിച്ചാലും അതേ മനസ്സിലാക്കൽ തന്നെ മതി നമുക്ക് കാര്യത്തിൽ, അതേ വ്യാഖ്യാനം മതി നമുക്ക് കാര്യത്തിൽ. ഇത് ഞാനൊരു സ്ഥലത്ത് പറഞ്ഞപ്പോ എന്നെ കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കപ്പെട്ടു. ലൈഫായ ഹദീസ് കൊണ്ട് അമലി ചെയ്യാം എന്ന് ബാലുശ്ശേരി പെരിന്തൽമണ്ണയിൽ പറഞ്ഞിരിക്കുന്നു. നുണയാണ്. ഫസാദ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരെ അതല്ല പറഞ്ഞത്. സഹാബിയുടെ മുമ്പിൽ ലൈഫായതും സഹിയായതും ഒക്കെ വരും, താബികളുടെ മുമ്പിൽ വരും. പക്ഷെ വന്നാൽ അവരതിനെ എങ്ങനെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അമലി ചെയ്യാന്നാ പറഞ്ഞു. അവരതിനെ പറ്റി പറഞ്ഞു ഹദീസ് ലൈഫായി, അതുകൊണ്ട് അമലി ചെയ്ത് തർക്കത്തിൽ ഇസ്തിഹാസത്തിന് തെളിവില്ല. അത് മതി. അതിന്റെ അപ്പുറത്തേക്ക് ആരും പോണ്ട, ആരും. ആണ് അപകടം. ഇവിടെ വിഷയം എന്താണ്? ഹദീസ് ലൈഫാണ് ചർച്ചയിലുള്ള ഹദീസ്. അതുകൊണ്ട് അമലി ചെയ്യാൻ പാടില്ല. പിന്നെ ചർച്ച ചെയ്തപ്പോഴാ ഖുബൂരികൾ ഇസ്തിഹാസക്ക് തെളിവാക്കി. ഖുബൂരികൾ അല്ലാത്തവരോട് പ്രാർത്ഥിച്ച് മുശ്രിക്കാകുന്ന ഘട്ടം വന്നപ്പോ മുശ്രിക്കാകേണ്ടതില്ല, ആ ഹദീസ് കൊണ്ട് ഇസ്തിഹാസക്ക് തെളിവിട്ടൂല. അല്ലാതെ മുശ്രിക്കാക്കാനല്ല, മുശ്രിക്കാകരുത് എന്ന് പറയാനാ പണ്ഡിതന്മാരെ ചർച്ച ചെയ്ത്. അതിൽ കവിഞ്ഞ അതിനെ പറ്റി വർത്താനല്ല. ചിന്തിക്കണ്ടോനെ മതി. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. ഞാനൊരു ഉദാഹരണം പറയാം. എന്തുകൊണ്ട് മുസ്ലിം സമുദായം ഭിന്നിച്ചു? വിശുദ്ധമായ ഒരു സമൂഹം എന്തുകൊണ്ട് ഭിന്നിച്ചു? ഒരൊറ്റ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഒരേ ഒരു പോയിന്റ് മനസ്സ് കുറിച്ചിട്ടോളിയാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറഞ്ഞപ്പോ വൈകാരികമായി പ്രതികരിച്ചൊരു നേതാവുണ്ടായി. ആരാ? ആ അനുവദിക്കൂല. നബി മരിച്ചു എന്ന് പറഞ്ഞാൽ അനുവദിക്കൂല. ഊരി പിടിച്ച വാള് പിടിച്ചു. ആര്? ഉമർ ഇബ്നുൽ ഖത്താബ്. തമാശ പറഞ്ഞതാ. നബി മരിച്ചു എന്ന് അറിഞ്ഞിട്ട് ഒരു ഷോ ഉണ്ടാക്കിയതാ. വലിയ നബി സ്നേഹിയാണ് അഭിനയിച്ചതാ? അല്ല, ആത്മാർത്ഥമായി നെഞ്ചകത്ത് തട്ടിയിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പോയിന്റ് പറഞ്ഞു. റസൂലുള്ള മരിച്ചു എന്ന് പറഞ്ഞാൽ തലയരിയെന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന അന്തനില്ലേ, അദ്ദേഹത്തിന് ഭയങ്കര പേടി. കാരണം വാള് കൈ പിടിച്ചിരിക്കുക ഉമർ. എന്നിട്ട് പോലും ധൈര്യസമേതം അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം എന്താ പറയണറിയോ? സൂറത്തു ആൽ ഇംറാനിലെ 144 മെല്ലെ ഓതുകയാണ്. ഉമർ കേട്ടാ കേട്ടോട്ടെ, നബി മരിക്കുന്ന അല്ല പറഞ്ഞ ആയത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന അല്ല ഖുർആനിൽ പറഞ്ഞിട്ട് 3-ാം അധ്യായം 144 പറഞ്ഞിട്ടുണ്ട് എന്ന് ആര് ഓതുകയാണ്? അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം. പക്ഷെ ഉറക്കോതാൻ ഉമറിന്റെ വൈകാരികത അനുവദിച്ചില്ല. ഈ ഘട്ടത്തിലാണ് ഇതൊക്കെ പോയിന്റ് ആട്ടോ. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത മേഖലയിരിക്കാം ഇത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് വരികയാണ്. ഇന്ന് നമ്മൾ ദീന് പഠിച്ചിട്ട് ഈ സദസ്സിന് പോകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് വരികയാണ്. സിറ്റ് ഡൗൺ ഉമർ, ഇജ്ലിസ്. അപ്പോഴേ അദ്ദേഹം വൈലന്റ് ആകുകയാണ്. ഞാൻ വ്യത്യസ്ത ദിക്കുകളിൽ ഛേദിച്ചു കളയുന്ന പറഞ്ഞു. കയ്യും കാലും, വലത്തെ കൈ ഇടത്തെ കാല്, വാശി പിടിക്കാൻ ആത്മാർത്ഥമായിട്ട്. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇജ്ലിസ് യാ ഉമർ. എന്താ ഉമറേ? ഇജ്ലിസ് യാ ഉമർ, ഇജ്ലിസ് യാ ഉമർ. ഇരുന്നു.
അതിന്റെ ഇടയ്ക്ക് ഒരു തെളിവ് ഉദ്ധരിച്ചിരുന്നു. കേട്ടോളി, ദീന് പഠിച്ചോളി, മനസ്സിലായിക്കോളി. എന്താ തെളിവ് അറിയോ? നബി മരിക്കൂല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് റസൂല് മരിക്കുന്ന 2 ആയത്ത് ഖുർആൻ തീർത്തു പറഞ്ഞ, എന്നിട്ടും ഉമർ ഇബ്നുൽ ഖത്താബ് നുണ പറയോ? ഖുർആനെതിരെ പറയോ? എന്താ ആയത്ത് ഉദ്ധരിച്ചെന്നറിയോ? കേട്ടോളി. വആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം വഹുവൽ അസീസുൽ ഹകീം. 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅ 3-ാമത്തെ വചനം. ആയത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കിയേ. വആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം, വരാനിരിക്കുന്ന തലമുറയിലേക്കും ഈ നബി തന്നെയാണ്. ഈ ആയത്ത് ഉദ്ധരിച്ചിട്ട് ഇതിന്റെ ബാഹ്യാർത്ഥം അങ്ങനെ തന്നെയാ. ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിക്കുക, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് വരാനിരിക്കുന്ന കൗമിലേക്ക് നബിയാണ്. പിന്നെ എങ്ങനെ നബി മരിച്ചു പോവുക? നബി അവർക്ക് ഇമാമത്ത് കണ്ടേ, നബി അവരെ നയിക്കണ്ടേ, നബി അവരുടെ നേതാവാകണ്ടേ? അല്ലല്ലേ പറഞ്ഞേ? ആയത്തിനെ കുറിച്ച് തെറ്റിദ്ധാരണയാണ്. എന്താ അതുകൊണ്ട്? സുമ്മ ഇന്ന അലൈനാ ബയാന സൂറത്തുൽ ഖിയാമ 19-ാമത്തെ വചനം. ആയത്തിന് ബയാൻ ചെയ്യേണ്ടത് അല്ലയാണ്. ആ ആയത്തിന് അല്ലാഹ് ബയാൻ ചെയ്തു. വആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം എന്നുള്ളതിന് ഖുർആനിൽ 4 സ്ഥലത്ത് ബയാനുണ്ടായി, വിസ്തീർണം ഉണ്ടായി. അത് അത്ര തന്നെ അന്ന് ശ്രദ്ധിക്കാതെ പോയി. ഇത് ആരുടെയും ചെറുപ്പവും വലുപ്പവും അല്ല. ഇതൊക്കെ പിന്നീട് ക്രോഡീകരിക്കപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയാണ്. എന്താ? ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. നബിയെ പറ, ലോകത്തേക്ക് മുഴുവനുമുള്ള പ്രവാചകനാണ് ഞാൻ എന്ന് പറ.